ഇനി നമുക്ക് ഏറ്റവും നമ്മൾ ഓർമ്മിക്കുമ്പോൾ ഒരു ചിരിയും വരും, ഒരു വിഷമവും വരും. അങ്ങനെ ആളിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇ.കെ. നായനാർ. അദ്ദേഹം അന്തരിച്ചിട്ട് 22 കൊല്ലമായി. ഇ.കെ. നായനാർ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിനെ നമ്മൾ പടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ നർമ്മവും അദ്ദേഹത്തിൻ്റെ സ്വഭാവശുദ്ധിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ നിർമ്മമതയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നസെൻസും എല്ലാം നമ്മൾ അറിയാതെ ഓർമ്മിച്ചു പോകും. ഒരുപക്ഷെ ഈ നമ്മുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ മലയാളികൾക്ക് ഒരിക്കലും ഒരു കാര്യത്തിലും വെറുപ്പ് തോന്നിയിട്ടില്ലാത്ത ഏക പൊതുപ്രവർത്തകൻ ആര് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇ.കെ. നായനാരാണ്. പഠനരംഗത്തും സംഘടനാ രംഗത്തും ഒക്കെ തന്നെ ഒരുപാട് കാലം മികവ് പുലർത്തിയ ആളായിരുന്നു ഇ.കെ. നായനാർ. ഓർമ്മയിൽ എന്നും അദ്ദേഹം ഒരു സുഗന്ധമാണ്. കമ്മ്യൂണിസം ഒരു ശാസ്ത്രമാണ്. ലോകത്തിൽ ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഹൃദയം കൊണ്ട് സംസാരിക്കുകയും ലാളിത്യം കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കുകയും ചെയ്ത നേതാവായിരുന്നു ഏറം ബാലകൃഷ്ണൻ നായനാർ എന്ന ഇ.കെ. നായനാർ. സാധാരണക്കാരോട് അവരിൽ ഒരാളെന്ന പോലെ സ്നേഹത്തോടെയുള്ള ഇടപെടൽ. വിപ്ലവ സമരങ്ങളിലെ മുന്നണി പോരാളിയായി രാഷ്ട്രീയത്തിന്റെ പടവുകൾ കയറിയ നായനാർ ഭരണപാടവം കൊണ്ടും ജനങ്ങളോടുള്ള അടുപ്പം കൊണ്ടുമാണ് ഹൃദയങ്ങൾ കീഴടക്കിയത്. ഞാൻ മാർസിന്റെ പ്രതിമ കണ്ടു ലണ്ടനിൽ പോയപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങൾ വിദേശത്ത് പോയി പണം മുഴുവൻ മുടിക്കുകയല്ലേ ചെയ്യുന്നത് മുഖ്യമന്ത്രി? ഇല്ലേ, എനിക്കെതിരായിട്ട് വന്നിട്ടുണ്ട് പത്രത്തിൽ. നിങ്ങൾ വായിക്കുന്ന പത്രത്തിൽ രാവിലെ വായിക്കുന്ന ക്ലാസ്സിൽ വന്നിട്ടില്ലേ? പ്രസാദാത്മകതയായിരുന്നു നായനാരുടെ മുഖമുദ്ര. ഏത് സങ്കീർണ സാഹചര്യത്തെയും അലിയിച്ചു കളയാൻ പോന്ന നർമ്മമായിരുന്നു കൂട്ട്. എതിർചേരിയിലുള്ളവരോട് പോലും സ്നേഹ ബഹുമാനങ്ങൾ കാത്തു സൂക്ഷിച്ചു നായനാർ. 100 കൊല്ലം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തുകയില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നു. എത്ര സഖാക്കളെ. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ ഉരുകിത്തെളിഞ്ഞ നായനാർ മൊറാഴയിലും കയ്യൂർ സമരത്തിലും മുന്നണി പോരാളിയായി. 3 തവണ മുഖ്യമന്ത്രിയും 6 തവണ നിയമസഭാംഗവും 1 തവണ ലോക്സഭാംഗവുമായി നായനാർ. ദരിദ്രരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം പുതുക്കിപ്പണിയുന്നതിനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നായനാരുടെ ശ്രദ്ധ. 2004 മെയ് 19 നായനാർ വിടവാങ്ങിയപ്പോൾ കേരളം വിതുമ്പി. ജനമനസ്സുകളിൽ ആ നേതാവിനോടുള്ള സ്നേഹത്തിന്റെ തെളിവായിരുന്നു അന്ത്യയാത്രയിൽ അണിചേർന്ന ജനസാഗരം. ജനമനസ്സുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന നേതാവിന് 24ന്റെ പ്രണാമം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.